മൊബൈലിൽ ചെയ്തു വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളുടെ മൊബൈൽ ഏതുമാകട്ടെ, ഈ രണ്ട് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു വെക്കണം. ഏതാണ് സെറ്റിംഗ്സ്, എന്തൊക്കെയാണ് അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡിയൊക്കെ ഇവിടെ കാണാം. ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴേക്ക് വരിക. ഇവിടെ പ്രിഫറൻസസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിംഗർ പാറ്റേൺ അല്ലെങ്കിൽ ഫേസ് ഐ ഡി ഏതാണ് നിങ്ങൾ സാധാരണ കൊടുക്കാറ് അത് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ഇവിടെ 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മൂന്നും നിങ്ങളുടെ മൊബൈലിൽ എനബിൾ അല്ല എങ്കിൽ എനബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഐ ഡി വെച്ചിട്ട്, നിങ്ങളുടെ മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ ഐ ഡിയോ വെച്ച് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഫിംഗർ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ ഫേസ് ഐ ഡി ഇതില്ലാതെ അവർക്ക് ലോഗിൻ ചെയ്യാനേ സാധിക്കില്ല, അല്ലെങ്കിൽ ഐ ഡി തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ഓഫിലാണെങ്കിലും നിങ്ങൾ ആ 3ഉം ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബേക്ക് വരിക. ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട്. അത് നമുക്കിപ്പോൾ തൊട്ട് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫൈൻഡ് മൈ ഡിവൈസസ് എന്ന ഭാഗം. അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഓണിലല്ല എങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് റിമോട്ട് ലോക്ക് എന്ന ഭാഗം കാണാൻ സാധിക്കും. അതും ക്ലിക്ക് ചെയ്തിട്ട് ഓഫിലാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ അതിൻ്റെ പ്രീവ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്. ഓൺ ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട്, android.com/ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ അഡ്രസ്സിലാണ് നിങ്ങൾക്കിത് റിമോട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ മൊബൈൽ നമ്പർ 2 മൊബൈൽ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ 2 മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ മൊബൈൽ റിമോട്ട് ലോക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബേക്ക് വന്നിട്ട് ഇവിടെ മറ്റൊരു കാര്യം കൂടി എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫൈൻഡ് മൈ ഡിവൈസ് ആപ്പ്, ഫൈൻഡ് മൈ ഡിവൈസ് വെബ് എന്നൊക്കെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് പ്ലേ സ്റ്റോർ സെലക്ട് ചെയ്ത് ജസ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലൂടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് വെരിഫൈ ചെയ്ത് വെക്കുക. അതും അല്ലെങ്കിൽ, കാരണം ഇതിലൂടെയും നമുക്ക് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടാൻ സാധിക്കും. ആ തിരിച്ചു കിട്ടാൻ സാധ്യത ഇല്ല എങ്കിൽ നമ്മുടെ ആ ഒരു ഡാറ്റകളൊക്കെ നമുക്ക് ഇതിൽ നിന്നും എറേസ് ചെയ്യാനും സാധിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രൊഫൈൽ നെയിമും അതുപോലെ തന്നെ മൊബൈലിൻ്റെ നെയിമും കാര്യങ്ങളും ലൊക്കേഷനും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിലൂടെ നമുക്ക് ആ ഡാറ്റകളൊക്കെ എറേസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ എവിടെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്കിത് ഓഫ്ലൈനിലും കണ്ടുപിടിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഫൈൻഡ് യുവർ ഓഫ്ലൈൻ ഡിവൈസസ് എന്ന ഭാഗം. അവിടെ ഓഫിലാണുള്ളത്. അത് നമുക്ക് മാറ്റിയിട്ട് ഇവിടെ വിതൗട്ട് നെറ്റ്വർക്ക് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഫിംഗർ അല്ലെങ്കിൽ പാറ്റേൺ അതൊക്കെ ഇവിടെ കൊടുത്തിട്ട് നിങ്ങളിത് വെരിഫൈ ചെയ്യുക, ഇത് സെറ്റപ്പ് ചെയ്യുക. അതായത് ഇവിടെ മോർ എന്ന ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എൻ്റർ സ്ക്രീൻ ലോക്ക്, നിങ്ങളുടെ സ്ക്രീൻ ലോക്കൊക്കെ ഇവിടെ കൊടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടു, അവർ നിങ്ങളുടെ മൊബൈലിൻ്റെ നെറ്റ്വർക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ആ ഓഫ്ലൈനിലും നിങ്ങൾക്ക് ആ ലൊക്കേഷനും മറ്റു വിവരങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ നിർബന്ധമായിട്ടും സെറ്റ് ചെയ്ത് വെക്കുക. ഏതെങ്കിലും ഒരു സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പല ആളുകളും ഇങ്ങനെയുള്ള സെറ്റിംഗ്സുകളൊന്നും തന്നെ ചെയ്തു വെക്കാതെയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.